വീണാജോർജിനെതിരെ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയ ആക്രമണമാണെന്നുള്ളതാണ് CPM പറയുന്നത്. അവരെ കൊല്ലാൻ വേണ്ടി എന്നുള്ളതാണ് അവരുടെ ആരോപണം. ഇതെന്താ ഈ കേരളത്തിൽ നടക്കുന്നത് എനിക്കറിയാൻ വയ്യാത്ത കാര്യം. ലോകം മുഴുവൻ കണ്ടതല്ലേ. ആരെയാണ് ഏത് കേശു പ്രവർത്തകരാണ് അവരെ മർദ്ദിച്ചത്? അവരെ മർദ്ദിച്ചത്, മർദ്ദനം ഏറ്റിട്ടുണ്ടെങ്കിൽ മർദ്ദിച്ചത് പോലീസുകാരാണ്. എല്ലാവരും കണ്ടില്ലേ, വനിതാ പോലീസ് അടക്കമുള്ളവരാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ആകെ 4-5 കേസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. അതിപ്പോൾ എല്ലായിടത്തും നടക്കുന്നതല്ലേ. കരിങ്കൊടി കാണിച്ചിട്ട് അവർ വളരെ സുഖമായി നടന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയ ആളിനെ അപ്പോഴാണ് ഫോൺ വരുന്നത്. സ്പീക്കറാണ് വിശദീകരിക്കുന്നത് ഇവർക്ക് പരിക്ക് പറ്റിയെന്നും മുഖ്യമന്ത്രിക്ക് വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തു. ഇതെന്നാ വെള്ളരിക്ക പട്ടണമാണ് കേരളം. പണ്ടൊക്കെ CPM-ന് ഇത്തരം കള്ള പ്രചാര വേലകൾ ജനങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു. എന്ത് കള്ളവും പ്രചരിപ്പിക്കാമായിരുന്നു. ഇപ്പം വിഷ്വൽ മീഡിയയുടെ കാലമാണ്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ഉണ്ട്. ഇതെല്ലാം പരിശോധിക്കട്ടെ. പക്ഷെ ഇത്രയും വലിയൊരു നടിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായി. ഗോവിന്ദൻ മാസ്റ്ററും ആരോഗ്യമന്ത്രിയും തമ്മിൽ മത്സരമാണ് ഈ അഭിനയത്തിന്റെ കാര്യത്തിൽ. രണ്ടുപേരും അഭിനയിക്കാൻ മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ആരാണ് കൊല്ലാൻ ശ്രമിച്ചത്? ആരെങ്കിലും ഒരു KSU പ്രവർത്തകരോ അവരുടെ അടുത്തേലെത്തിയോ? അവരല്ലേ, മന്ത്രിയല്ലേ ആക്രോശിച്ചുകൊണ്ട് KSU പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അടുത്തത്. അവരുടെ ചുറ്റും 40 പോലീസുകാരുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു KSU പ്രവർത്തകൻ അവരുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. എന്നിട്ട് നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുകയാണ്. അതിന്റെ പേരിൽ ഗോവിന്ദൻ മാസ്റ്റർ നാട് നീളെ അക്രമം അഴിച്ചുവിടാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. എല്ലായിടത്തും പ്രേരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി, സ്പീക്കർ, ഈ സ്പീക്കർക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വാസ്തവത്തിൽ സ്പീക്കർക്ക് രാഷ്ട്രീയമില്ലാത്ത ആളാണ്. രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കേണ്ട ഒരാളാണ്. അതൊക്കെ ആ സ്പീക്കർഷിപ്പിന്റെ ഒരു പദവിയുടെ വില കളയരുതെന്ന് എനിക്ക് പറയാനുണ്ട്. എല്ലാവരും സ്പീക്കറെ ആദരിക്കുന്ന വ്യക്തിത്വമാണ്. ഇന്നലെ സ്പീക്കറുടെ ആ നടപടി ഒരു കാരണവശാലും ആരും അംഗീകരിക്കുന്നില്ല. DYFI പ്രവർത്തകനെ പോലെയാണ് ഇന്നലെ സ്പീക്കർ പെരുമാറിയത്. വളരെ ദൗർഭാഗ്യകരമായി പോയി. പഴയ DYFI പ്രവർത്തകരാണെങ്കിലും അദ്ദേഹം ഇപ്പം കേരള നിയമസഭയുടെ സ്പീക്കറാണ്. എല്ലാ പക്ഷത്തിലും പ്രതിപക്ഷത്തിലും ഭരണകക്ഷിക്കുമൊക്കെ ഒരേപോലെ ന്യായവും നീതിയും നടപ്പാക്കേണ്ട വ്യക്തിയാണ് ഇന്നലെ ഈ എല്ലാ പ്രകോപനത്തിനും വഴിതെളിച്ചത്. ഇവരെ ആരാക്രമിച്ചത്? എന്ത് പരിക്കാവുള്ള ICUയിൽ കൊണ്ടുപോകാൻ മെഡിക്കൽ ബോർഡ് കൂടുകയാണ്. ഒരു പാവപ്പെട്ട ഒരാൾക്ക് മാരകമായ പരിക്കേറ്റാൽ പോലും ICU പ്രവേശിപ്പിക്കുക, മെഡിക്കൽ ബുള്ളറ്റിന് ഉണ്ടാവുകയും ചെയ്യാം. അപ്പൊ ഇതെല്ലാം നാട്യമാണ്. ഈ നാട്യവും അഭിനയവും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. KSU പ്രവർത്തകർക്ക് നേരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാം. വാസ്തവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടത് മന്ത്രിയെ തടഞ്ഞ ആ പോലീസുകാരുടെ പേരിലാണ്. വനിതാ പോലീസുകാർ അടക്കമുള്ളവരുടെ പേരിലാണ് കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നത്. DGP ഇത് മനസ്സിലാക്കണം. എന്താ സംഭവിച്ചത് അദ്ദേഹം കാണണം. കാണാതെ KSU പ്രവർത്തകരുടെ നേരെ നീതിരഹിതമായി പ്രവർത്തിച്ചാൽ കോടതിയുണ്ട്. ഞങ്ങൾ കോടതിയിൽ പോകും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര നടത്തിയപ്പം ഞങ്ങളുടെ പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് അടിച്ച് രക്ഷാപ്രവർത്തകരാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. രക്ഷാപ്രവർത്തകർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുട്ടികളെ ഭീകരമായി മർദ്ദിച്ച ആളുകളുടെ പേരിൽ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടി ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാനിന്ന് KPC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കല്ലെടുത്തെറിഞ്ഞ് അദ്ദേഹത്തെ ബോധരഹിതനായി വീണു. അദ്ദേഹത്തിന്റെ ശരീരത്ത് രക്തം വാർന്നൊഴുകുകയുണ്ടായി. എന്നെ അന്നേരം ഉമ്മൻചാണ്ടി വിളിച്ചു പറഞ്ഞത് ഒരു പ്രതിഷേധവും വേണ്ടതാണ്. ഞാൻ വാസ്തവത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യാൻ വേണ്ടി പോയതാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച സംഭവം ഗുരുതരമല്ലേ. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാരണവശാലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഒരു പ്രതിഷേധവും വേണ്ടായി. ഇന്നലെ കേരളത്തിൽ എന്താ കാട്ടിക്കൂട്ടിയെ? കേരളത്തിൽ മുഴുവൻ കോൺഗ്രസിന്റെ പ്രചരണ സതീശൻ നയിക്കുന്ന പുതിയ യാത്രയുടെ ബോർഡുകൾ മുഴുവൻ തകർത്തു. പ്രവർത്തകരെ മർദ്ദിച്ചു. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സ്വാഗതങ്ങൾ അടിച്ചു തകർത്തു. കേരളം മുഴുവൻ കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകളും പ്രചരണ വാഹനങ്ങളും ബോർഡുകളും ഒക്കെ അടിച്ചു തകർത്തു. ഇവിടെ ഹരിപ്പാട് നിർമ്മിച്ചിരുന്ന ബോർഡുകൾ മുഴുവൻ തകർത്തു. വ്യാപകമായി തകർത്തു.
അപ്പോൾ ഇപ്പോഴേ ഇവർ റിഹേഴ്സൽ നടത്തുകയാണ്. ഭരണത്തിൽ നിന്ന് പോകുമെന്ന് ഉറപ്പായപ്പോൾ പ്രതിപക്ഷത്ത് പോകുന്നതിന്റെ റിഹേഴ്സലാണ് ഇന്നലെ വൈകുന്നേരം അരങ്ങേറിയത്. ഇതെല്ലാം കേരളം കാണുന്നുണ്ട്. മുഖ്യമന്ത്രി, ഇതെല്ലാം കേരളം കാണുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇതൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. വീണ ജോർജിന്റെ മേത്തൊരു മണ്ണ് പോലും ആരും തുള്ളിയിട്ടിട്ടില്ല. എന്നിട്ട് ഈ നാടകം നിങ്ങൾ കളിക്കുകയാണ്. ഈ നാടകത്തിന് ജനങ്ങൾ മറുപടി നൽകും. ഞാൻ ആ ഡേറ്റ മോഷണം പുറത്തു കൊണ്ടുവന്നതെന്നും അതുകൂടി മറയ്ക്കാൻ വേണ്ടിയാണ് ഇന്നലെ ഈ അഭ്യാസം. പക്ഷെ അതൊന്നും മറിഞ്ഞു പോകുന്ന കാര്യമല്ല. നാളെ ഞാൻ കൂടുതൽ വിശദമായ വിവരങ്ങളുമായി നിങ്ങളെ കാണുന്നുണ്ട്. നാളെ രാവിലെ വിശദമായി ഞാൻ വീണ്ടും നിങ്ങളെ കാണുന്നുണ്ട്. ഡേറ്റ മോഷണത്തിന്റെ പുതിയ വിവരങ്ങൾ നാളെ ഞാൻ പുറത്തുവിടുന്നുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന ജനങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം ഇത് ആർക്ക് വേണ്ടിയാണ്? എങ്ങനെ നാട് നീളം മുഴുവൻ സർക്കാരിന്റെ പണം, ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയാണ്. പക്ഷെ അതിലൊന്നും കേരളത്തിലെ ജനങ്ങൾ വീണു പോകില്ല. KSRTC ബസ്സിൽ കയറാൻ വയ്യ, പരസ്യം തട്ടില്ല. എല്ലായിടത്തും പരസ്യമാണ്. അത് മാത്രമല്ല, സീരിയലുകളിൽ പോലും പണം കൊടുത്ത് പ്രശസ്തരായ സിനിമാ താരങ്ങളെ കൊണ്ട് ഗവൺമെന്റ് അനുകൂലമായി സംസാരിപ്പിക്കുക. ഇതെല്ലാം കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. കിഫ്ബിയുടെ പണം ദുരുപയോഗപ്പെടുത്തുന്നു, ഗവൺമെന്റിന്റെ പണം ദുരുപയോഗപ്പെടുത്തുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ജനങ്ങളിൽ എനിക്കറിയില്ല. ഏതായാലും മോഹൻലാലിനെ കൊണ്ടുള്ള അത് നമ്മൾ കണ്ടില്ല അല്ലേ? വന്നോ മുഴുവൻ വരട്ടെ, വന്നിട്ട് കാണാം. ഏതായാലും PR ഏജൻസിയുടെ തടവറയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹം വെള്ളം കുടിക്കുന്നതിന്റെ കപ്പിൽ പോലും ഇപ്പോൾ PR ഏജൻസി പറയുന്ന വാചകങ്ങളായിരിക്കും. അപ്പോൾ PR ഏജൻസിയാൽ നയിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണവുമാണ് നടക്കട്ടെ. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ആ ഗൂഢാലോചന നടത്തിയത് മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാസ്റ്ററും. കാരണം ഇങ്ങനെ ഒരു കള്ളപ്രചരണം നടത്തി നാട്ടിൽ മുഴുവൻ അക്രമം അഴിച്ചു വിടാനുള്ള നടപടിയാണ് ഉണ്ടായത്. ഏതായാലും പ്രതിപക്ഷത്ത് പോകുമെന്നറിയാം. അപ്പൊ പ്രതിപക്ഷത്ത് വന്നാൽ ഉള്ള റിഹേഴ്സൽ നടത്തുകയാണ് മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാസ്റ്റർ. പ്രതിപക്ഷത്ത് ഞങ്ങൾ വന്നാൽ എന്തെല്ലാം ചെയ്യണം? കാരണം 10 വർഷമായിട്ട് സമരമില്ല. 10 വർഷമായിട്ട് സമരം ചെയ്യാൻ അവസരം ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ റിഹേഴ്സൽ ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള വിഷ്വലില്ലേ? ആ വിഷ്വൽ കേരളം കാണുന്നില്ലേ? ആരാണ് വീണ ജോർജിനെ മർദ്ദിക്കാൻ പോയത്? അവരാണ് മർദ്ദിക്കാൻ സത്യത്തിൽ പോയത്. കുറച്ച് ആക്രോശിച്ചുകൊണ്ട് KSU പ്രവർത്തകർക്ക് നേരെ അവരാണ് ചാടി വീഴാൻ ശ്രമിച്ചത്. അത് പോലീസ് പിടിച്ചു. വനിതാ പോലീസ് അടക്കമുള്ളവർ പിടിച്ചപ്പോഴാണ് അവർക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ മർദ്ദനമായിരിക്കും ഏറ്റവും. അല്ലാണ്ട് ഒരു KSU പ്രവർത്തകരും അല്ല. ഓൾറെഡി കോടതിയുടെ മുമ്പിലാണല്ലോ ആ കേസ്. ഓൾറെഡി കേസ് കോടതിയുടെ മുമ്പിലാണ്. കോടതി പരിഗണിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വിടുന്നത്. ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറി അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പാർട്ടി ഉപയോഗിക്കുകയാണ്. പാർട്ടിയും ഗവൺമെന്റും തമ്മിൽ ഇപ്പോൾ ഒരു വ്യത്യാസവുമില്ല. പാർട്ടി ഏതാണ്, ഗവൺമെന്റ് ആണെന്ന് ഇപ്പോൾ അറിയത്തില്ല. ഈ നാട് മുഴുവൻ ഇത്രയും പരസ്യങ്ങൾ PRDയെ കൊണ്ട് പൊടിപ്പിച്ച ഒരു കാലഘട്ടമുണ്ടോ? ഈ PRDയുടെ പണം ആരുടേതാണ്? കേരളത്തിലെ ജനങ്ങളുടെ പണമല്ലേ? ആശുപത്രിയിൽ മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല, ജീവനക്കാർക്ക് കൊടുക്കാൻ പണമില്ല, ബില്ലുകൾ കിട്ടാത്തത് കൊണ്ട് കോൺട്രാക്ടർമാരൊരു വർക്ക് കൊടുക്കുന്നില്ല. പക്ഷെ പരസ്യത്തിന് കാശുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ നാളെ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം രാജീവ് പറഞ്ഞത് ഈ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഉപഭോക്താക്കൾക്ക് ഫോണുകളിലേക്ക് മെസ്സേജുകൾ അയക്കുന്നു. അല്ല, കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റാണ്. കേന്ദ്രവും സംസ്ഥാനവും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കഴിഞ്ഞ തവണയും കേന്ദ്ര ഗവൺമെന്റ് കിസാൻ വികാസ് സമ്മാൻ പദ്ധതി ഇതൊക്കെ കൊടുത്ത ആളുകളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് കൊടുത്തത് ശരിയാണ്. അത് ചെയ്യാൻ പാടില്ലാത്ത കേന്ദ്രം ചെയ്യുന്ന തെറ്റ് ആവർത്തിക്കാനാണോ ഇവിടെ എഴുതിയിരിക്കുന്നത്? മോഡി ചെയ്യുന്ന തെറ്റ് അതേപടി ആവർത്തിക്കാനാണോ പിണറായി വിജയൻ വിളിക്കുന്നത്? എനിക്കറിയാൻ വയ്യ.
ഡേറ്റ മോഷണം ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ നാളെ കൂടുതൽ കാര്യങ്ങൾ പറയാം. താങ്കൾ ഈ ഡേറ്റ മോഷണത്തെ കുറിച്ചുള്ള ഒരു കാര്യം രാവിലെ പറഞ്ഞിട്ട് വൈകുന്നേരമാണ് വീണ ജോർജിന്റെ ഒരു അപകടത്തിൽ പരിക്കേൽക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു. പിന്നീട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ അങ്ങോട്ട് പ്രതിഷേധമല്ല സുഹൃത്തെ, അക്രമം അങ്ങനെ പറയൂ. പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ഒരു അക്രമത്തിന് നേതൃത്വം കൊടുക്കുക, ഇതെല്ലാം ജനങ്ങൾ കാണുന്നത്. ആരെ ആക്രമിച്ചെന്നാണ് പറയുന്നത്? എവിടെയാണ് അക്രമം ഉണ്ടായത്? CCTVയിലൂടെ കേരളം മുഴുവൻ കണ്ടില്ലേ? പണ്ടായിരുന്നെങ്കിൽ ഇതാകാമായിരുന്നു. കാരണം അതൊന്നും ഈ വിഷ്വൽ മീഡിയയോ ചാനലുകളോ ഒന്നും ഇല്ലായിരുന്നു, സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. കള്ളം പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. നട്ടാൽ കുരുക്കാത്ത നുണയാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജനങ്ങളെ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. പക്ഷെ ഇന്നെല്ലാവർക്കും മനസ്സിലായ കാര്യം എന്താണ്? അപ്പൊ ഇത്തരം കള്ള പറഞ്ഞ് യേശുക്കാരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ്. ഞാനതാ പറഞ്ഞത്. നവകേരള യാത്രയിനിടയിൽ മുഖ്യമന്ത്രി അംഗരക്ഷകർ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ചെരിച്ചട്ടുകൊണ്ട് അടിച്ചിട്ട് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞു ഒരു കേസെടുത്തിട്ടില്ല. അടിച്ചവരുടെ പേര്. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ഡേറ്റ ചോർച്ചയുടെ ഗുരുതരമായ വിവരങ്ങൾ പുറത്തു വന്നാൽ സർക്കാർ വെട്ടിലാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് വഴിതിരിച്ചു വിടാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്നും മറന്നു പോവില്ല. അതൊക്കെ ജനങ്ങളുടെ മുമ്പിലുള്ളതല്ലേ. ഇതൊക്കെ അവരുടെ വേക്കിനാവാണ്. ഇതെല്ലാം മറന്നു പോകുന്നത്. ജനങ്ങൾ അങ്ങൊന്നും മറക്കത്തില്ല. ജനങ്ങൾ മറക്കുന്ന കാര്യം ഏതായാലും നമ്മുടെ ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കൊടുക്കേണ്ട ഒരാളാണ്. മികച്ച നടിക്കുള്ള അവാർഡ് നമുക്ക് എന്തായാലും കൊടുക്കേണ്ട കാര്യം.